പറയൂ ആഷ്മി, തിരുവനന്തപുരത്തേക്ക് നമ്മുടെ വി.ഡി. സതീശൻ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഈ യാത്ര അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റിലേക്ക് ആയിരിക്കുമോ എന്നുള്ളത് മാത്രമേ ഇനി കാണേണ്ടതുള്ളൂ. പറയൂ. എസ്കേൻ, അത് തന്നെയാണ് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം രണ്ടാം തവണയാണ് ഇവിടെ നിയമസഭാ യോഗം ചേരുന്നത്. ഇന്നത്തെ ആ യോഗത്തിന് എസ്കേൻ പറഞ്ഞതാണ് പ്രത്യേകത. അത് ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും അത് വി.ഡി. സതീശനാണോ, കെ.സി. വേണുഗോപാലാണോ, രമേശ് ചെന്നിത്തലയാണോ എന്ന സസ്പെൻസ് തരിമ്പ് പോലും പൊളിയുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും മുൻതൂക്കം എന്ന സൂചന ഇപ്പോഴും എസ്കേൻ ഉറപ്പായി വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ വൈകുന്നേരം ആ തീരുമാനം വരാതിരിക്കുന്നതിന് ഇന്നലെ വൈകുന്നേരം ആ തീരുമാനം ആയിട്ടുണ്ടെങ്കിൽ പ്രഖ്യാപിക്കാൻ എന്താണ് വൈകൽ എന്ന ചോദ്യം ഉണ്ടായിരുന്നു. ഇതിനി 13 നമ്പറിന്റെ പ്രശ്നമാണ്, ഒന്നുമല്ല സ്കേൻ. ഇന്നലെ ആ തീരുമാനമെടുത്തതിന് ശേഷം പിന്നെയും കടമ്പകൾ ബാക്കിയുണ്ട്, പിന്നെയും ചില പ്രൊസീജിയേഴ്സ് ബാക്കിയുണ്ട് എന്നുള്ളതാണ് അതിന് കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ ചില ഉന്നത കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. കാര്യം, ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നു. ആ തീരുമാനം എടുത്തതിന് ശേഷം ബാക്കി 3 പേരെയും എന്ന് പറഞ്ഞാൽ ആരാണോ മുഖ്യമന്ത്രി, എന്തുകൊണ്ട് താങ്കളെ മുഖ്യമന്ത്രിയാക്കുന്നു എന്നതും, ബാക്കി 2 പേരാരാണോ എന്തുകൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന കാര്യവും അവരെ അനുനയിപ്പിക്കുക എന്നുള്ള ആ കടമ്പ, ആ ദൗത്യം ഇപ്പോഴും ബാക്കിയാണ്. അതിന്ന് ഈ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നതിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധി ആ ദൗത്യം നിർവഹിക്കുമെന്നാണ് സ്കാൻ അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കുള്ള ആകാംക്ഷ, 3 പേരും ഏതെങ്കിലും തരത്തിൽ തരിമ്പിന് പോലും പിന്നോട്ട് പോകാതെ 3 പേരും അവസാന നിമിഷം വരെ തങ്ങൾക്ക് മുഖ്യമന്ത്രിയാവണം എന്ന നിലപാട് ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അവർ അനുനയിപ്പിക്കേണ്ട ഫോർമുല, എന്താണ് അവർക്കുള്ള കോമ്പൻസേഷൻ, എങ്ങനെയാണ് റീഹാബിലിറ്റേഷൻ തുടങ്ങിയ കുറേയധികം ചോദ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഉത്തരമില്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാകും. അത് 3-ൽ ഒരാൾ, ഈ 3 പേരിൽ ഒരാൾ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ സർപ്രൈസായ ഒരു 4-മൻ വരുമോ എന്ന കാര്യം പോലും ചില കേന്ദ്രങ്ങൾ പറയുന്നു. നമുക്കറിയില്ല യാഥാർത്ഥ്യം എന്താണെന്നുള്ള കാര്യം. എന്തായാലും ഈ പറയുന്ന ഈ എം.എൽ.എമാരിൽ നിന്നും പുറത്തു നിന്നോ അങ്ങനെ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. എന്തായാലും കേരളത്തിന് മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. നമ്മൾ ഈ KPC ആസ്ഥാനത്താണ് 1 മണിക്ക് ആ പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ പോകുന്നത്. എം.എൽ.എമാരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു. അത് കഴിയുമ്പോഴേക്കും ഇന്ന് തന്നെ ഘടകകക്ഷികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഈ നിയമസഭാ കക്ഷി യോഗം പൂർത്തിയായി കഴിഞ്ഞാൽ അതിൽ തിരഞ്ഞെടുക്കുന്ന കക്ഷി നേതാവ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയും ഇന്ന് തന്നെ ഗവർണറെ കാണുന്നുണ്ട്. ഗവർണറെ കണ്ട് മല്ലികാർജുൻ ഖാർഗെ കക്ഷി നേതാവ് ചുമതലപ്പെടുത്തിയുള്ള കത്ത് കൈമാറുന്നുണ്ട്. അങ്ങനെ കുറേയധികം സംഭവങ്ങൾ, പ്രൊസീജിയർ ഇന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന്റെ ഭരണചക്രം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട്. മുകുൾ വാസ്നിക്, ദീപാദാസ് മുൻഷി, അജയമാക്കൻ അടക്കമുള്ളവർ ഈ നിയമസഭാ യോഗത്തിൽ എത്തിച്ചേരുമെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. കാര്യം, ഹൈക്കമാൻഡ് തീരുമാനിച്ച ഈ മുഖ്യമന്ത്രി അംഗീകരിക്കുന്നു എന്ന എം.എൽ.എമാരുടെ ഒപ്പുവാങ്ങൽ കൂടി പ്രധാനമാണ്. എന്തായാലും നമ്മൾ 10 ദിവസം കഴിഞ്ഞ് 11-ാം ദിവസത്തിലേക്കുള്ള കാത്തിരിപ്പിലാണ്. അടിത്തട്ടിൽ ജനങ്ങൾ മാത്രമല്ല, വോട്ടർമാർ മാത്രമല്ല, കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, ഘടകകക്ഷികൾ വരെ ആ തീരുമാനം ഇങ്ങനെ വല്ലാതെ വൈകുന്നതിലുള്ള കടുത്ത അതൃപ്തി, അവരുടെ രോഷം അവർ കടുത്ത ഭാഷയിലടക്കം പ്രകടിപ്പിച്ചു തുടങ്ങുന്ന പശ്ചാത്തലമുണ്ട്. ക്ഷമയോടെ നെല്ലിപ്പല കാണുക എന്നുള്ളതല്ല, സ്കേൻ പറഞ്ഞതുപോലെ ക്ഷമയോടെ നെല്ലിപ്പല ഒടിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉറപ്പായുമുണ്ട്. ഇനി അത് വൈകൽ അസാധ്യമാണ്. ഇനി ഒരു ദിവസം കൂടെ, നാളെ എന്ന ഒരൊറ്റ പേച്ച് കൂടി അസാധ്യമാകുന്ന സാഹചര്യമുണ്ട്. ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകാൻ പോകുന്നു. ആ തീരുമാനങ്ങൾ KPCC ആസ്ഥാനത്ത്, ഞാൻ നിൽക്കുന്ന KPCC ആസ്ഥാനം ഇന്ദിരാഭവൻ നിർണായക തീരുമാനത്തിന് സാക്ഷ്യം വഹിക്കും. എന്തായാലും ഇങ്ങോട്ടേക്ക് രാവിലെ പ്രവർത്തകരൊന്നും അങ്ങനെ കാര്യമായി എത്തിച്ചേർന്നിട്ടില്ല. അല്പസമയത്തിനകം എത്തിച്ചേരും. കാര്യം, ഇന്നലെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഇവിടെ പൂഴി വാരിയിട്ടാൽ താഴെ വീഴാത്തവണ്ണം ആൾക്കാർ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. തീരുമാനം പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്ന പ്രതീക്ഷയിൽ. എന്തായാലും ഇന്ന് തീരുമാന പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പോൾ 1 മണിക്ക് നിയമസഭാ യോഗത്തിന് മുന്നോടിയായിട്ടൊക്കെ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് ധാരാളമായി എത്താൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും തലസ്ഥാന നഗരി എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയൊക്കെ കതർധാരികളെ നമുക്ക് കാണാം സ്കേൻ. കാര്യം, രാഷ്ട്രീയമായും അവരുടെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. 10 വർഷത്തെ അധികാര വരൾച്ച, അതിനുശേഷം 102 സീറ്റ് എന്ന് പറയുന്ന ഒരു മെഗാ വിക്ടറി, ഒരു എംഫാക്റ്റീവ് വിക്ടറി. അതിനുശേഷം UDF മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ പോകുന്നു. ശരിയാണ്, ഈ പറയുന്ന രീതിയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അതിന്റെ ആ മഹാവിജയത്തിന് ശോഭ കിട്ടോ എന്ന സംശയം വരുന്ന ചില നടപടികളുണ്ടായി. ചില ഈ പറഞ്ഞ അധികാര കിടമ്പലുകളൊക്കെ ഉണ്ടായി. പക്ഷേ അതിനൊക്കെ അപ്പുറം ഇന്ന് UDF മുഖ്യമന്ത്രി കേരളത്തിൽ വരാൻ പോകുന്നു. അതിന്റെ ആനന്ദം UDF പ്രവർത്തകരുടെ മുഖത്ത് നമുക്ക് പ്രകടമായി വായിച്ചെടുക്കാനും കഴിയും. ആഷ്മി താജ് ഇബ്രാഹിമാണ് KPCC ആസ്ഥാനത്ത് നിന്നും തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.